ജിമ്മിൽ ജോയിൻ ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ട് റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു വർക്കൗട്ട് പ്രോഗ്രാം ഇല്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് ഒരു ബിഗിനർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്ക് കുറേ നാൾ കൊണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് അവർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള 5 ടിപ്സാണ് അല്ലെങ്കിൽ 5 അഡ്വൈസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുക, എന്നാൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഐ എം ആദിൽ ഹുസൈൻ. വെൽക്കം ടു മൈ ചാനൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ഡയറ്റ് പ്ലാനിങ് ആണ്. നമ്മുടെ ഡയറ്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതായത് ഡയറ്റ് കറക്റ്റ് അല്ലാതെ നമ്മൾ ജിമ്മിൽ പോയി കിടന്ന് കാടൻ വർക്കൗട്ടുകളും അല്ലെങ്കിൽ അതുപോലുള്ള റോണി കോൾമാനോ അല്ലെങ്കിൽ ക്രിസ്കിസിനോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അവരുടെ വർക്കൗട്ട് സ്കെഡ്യൂളും വർക്കൗട്ട് പ്ലാനും ഒക്കെ നോക്കി പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഡയറ്റ് കറക്റ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ ജിമ്മിൽ പോകുന്നതുകൊണ്ടും വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. സോ എങ്ങനെയാണ് ഡയറ്റ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജിമ്മിൽ നല്ലൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് പറയുക, എനിക്കൊരു വർക്കൗട്ട് പ്ലാനും ഒരു ഡയറ്റ് പ്ലാനും ഉണ്ടാക്കി തരാൻ. ഓൺലൈനിൽ കിട്ടുന്ന വർക്കൗട്ട് പ്ലാനോ ഡയറ്റോ നോക്കി ചെയ്താൽ എത്രത്തോളം പ്രയോജനം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാരുടെയും ബോഡി, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഓരോ ആൾക്കാരുടെയും ബോഡി വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഡയറ്റ് പ്ലാനാണ് ആവശ്യം. സോ നിങ്ങൾ നേരിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറിനെയോ മീറ്റ് ചെയ്ത് അവരെ കൊണ്ട് ഒരു ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രെയിനിങ് ഫ്രീക്വൻസിയാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂബീസിലാണ്. പുതിയ പിള്ളേർ ഫ്രഷേഴ്സ് വരുമ്പോഴാണ് അവരിങ്ങോട്ട് വരും. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ കൈ, വലിയ ബൈസെപ്സ്, വലിയ ട്രൈസെപ്സ്, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ജിമ്മിലൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ പുള്ളി സമ്മതിക്കില്ല. അതുകൊണ്ട് പുള്ളിയുടെ കണ്ണ് വെട്ടിച്ച് വന്ന് ബൈസെപ്സിനടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നമ്മുടെ ബോഡിയിൽ ഒരു പാർട്ടിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 42 hours ആണ് അതിന് ഹീൽ ചെയ്യാൻ വേണ്ടി, ആ ടിഷ്യൂവിന് ആ മസിലിന് അല്ലെങ്കിൽ ആ ടിഷ്യൂവിന് ഹീൽ ചെയ്യാൻ എടുക്കുന്ന സമയം. അതായത് തിങ്കളാഴ്ച 5 മണിക്കാണ് നിങ്ങൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്തെന്ന് വെക്കുക. ചൊവ്വ, ബുധനാഴ്ച വൈകുന്നേരം 5 മണി കഴിയാതെ പിന്നെ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് 48 hours ആണ് നമ്മുടെ ഒരു ടിഷ്യൂ ഹീലാകാൻ എടുക്കുന്ന സമയം. അതായത് തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് നിങ്ങൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്തെങ്കിൽ ചൊവ്വ, ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് പിന്നെ നിങ്ങൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു ബോഡി പാർട്ടിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ സെക്കൻഡറി മസിൽ ഗ്രൂപ്പും കൂടെ ശ്രദ്ധിക്കാൻ മറക്കരുത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തിങ്കളാഴ്ച ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്തു, അപ്പോൾ ഈ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെക്കൻഡറി മസിൽ ഗ്രൂപ്പ് ആക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ട്രൈസെപ്സ് മസിലാണ്. സോ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ട്രൈസെപ്സ് മസിലും കൂടെ എൻഗേജ് ആകുന്നുണ്ട്. അതിനും കൂടെ ആ ഒരു സ്ട്രെസ്സ്, അതിനും കൂടെ ആ ഒരു വർക്കൗട്ട് കിട്ടുന്നുണ്ട്. അപ്പം അതിനും ഇതുപോലെ റിക്കവർ ആകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 48 hours ആണ്. സോ നിങ്ങൾ ഇന്ന് പോയി ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്തിട്ട് നാളെ പോയി ട്രൈസെപ്സിന് ഒരിക്കലും വർക്കൗട്ട് ചെയ്യരുത്. നിങ്ങളുടെ ഈ മസിൽ റിക്കവർ ആവണമെങ്കിൽ, നിങ്ങൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ സെക്കൻഡറി മസിലായിട്ട് ആക്ട് ചെയ്ത് നിങ്ങളുടെ ട്രൈസെപ്സ് ആണ്. അപ്പോൾ ആ ട്രൈസെപ്സും റിക്കവർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 48 hours കിട്ടണം. അപ്പോൾ ബുധനാഴ്ച കഴിയാൻ നിങ്ങൾക്ക് ട്രൈസെപ്സിനും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച നിങ്ങൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്തു, ചൊവ്വാഴ്ച നിങ്ങൾക്ക് ബൈസെപ്സിന് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് മസിലിന് വർക്കൗട്ട് ചെയ്യാം. ബുധനാഴ്ച വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈസെപ്സിന് വർക്കൗട്ട് ചെയ്യാം. വീക്ക്ലി ഒരു ബോഡി പാർട്ടിന് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നമുക്കൊരു ബോഡി പാർട്ടിന് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുന്ന ചാൻസസ് എന്ന് പറയുന്നത് 52 പ്രാവശ്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചാണെങ്കിൽ നമുക്ക് ടോട്ടൽ 52 times ആണ് ഒരു ബോഡി പാർട്ടിന് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. സോ നിങ്ങൾ പ്രൈമറി ബോഡി പാർട്ട് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി ബോഡി പാർട്ടും കൂടെ കമ്പൈൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 52 എന്നുള്ളത് 104 പ്രാവശ്യം ഒരു വർഷത്തിൽ ഒരു ബോഡി പാർട്ടിന് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. തിങ്കളാഴ്ച നിങ്ങൾ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക, അതിൻ്റെ കൂടെ സമയമുണ്ടെങ്കിൽ ട്രൈസെപ്സിനും കൂടെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച തന്നെ 2 ബോഡി പാർട്ടിന് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബുധനാഴ്ച ആകുമ്പോഴത്തേക്കും ഈ മസിൽ റിക്കവർ ആയിട്ടുണ്ടാകും. ബുധനാഴ്ച വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെസ്റ്റിനും ട്രൈസെപ്സിനും വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് മസിലും ബൈസെപ്സും. ബാക്കിന് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ സെക്കൻഡറി മസിൽ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബൈസെപ്സ് മസിലാണ്. സോ ബാക്കിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ബൈസെപ്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഒരു വർഷം നമുക്ക് 104 പ്രാവശ്യം ഒരു മസിൽ ഗ്രൂപ്പിനെ ഹിറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് ആണ്. നമ്മൾ എത്ര റെപ്പറ്റീഷൻസ് ഒരു മസിൽ ഗ്രൂപ്പിന് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഒരുപാട് ബിഗിനേഴ്സിന് ഡൗട്ടുള്ളൊരു കാര്യമാണ് ഏത് റെപ്പ് റേഞ്ചിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത്. മെയിനായിട്ട് 3 റെപ്പ് റേഞ്ചസ് ആണ് ഉള്ളത്: 0 to 8, 8 to 15, അതുപോലെ 15+. ഇങ്ങനെ 3 റെപ്പ് റേഞ്ചസ് ആണുള്ളത്. അപ്പോൾ ഈ 3 റെപ്പ് റേഞ്ചസിനും
3 ഉപയോഗങ്ങളാണ്. നിങ്ങളൊരു പവർ ലിഫ്റ്റർ ആണെങ്കിൽ നിങ്ങൾ 0 to 8 റെപ്പ് റേഞ്ചിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ. മാക്സിമം ലോഡ് ഇട്ടിട്ട് 0 to 8 റെപ്പ് റേഞ്ചിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ. എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ വർക്കൗട്ട് ചെയ്യേണ്ടത് 8 to 15 റെപ്പ് റേഞ്ചിലാണ്. അതായത് നമ്മുടെ എസ്തെറ്റിക്സും മസിൽ ബിൽഡിങ്ങും ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് 8 to 15 റെപ്പ് റേഞ്ചിലാണ്. ഇതിനെ മസിൽ ബിൽഡിംഗ് റെപ്പ് റേഞ്ച് അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി റെപ്പ് റേഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തൊരു റെപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 15+ റെപ്പ് റേഞ്ച് ആണ്. ഈ ഒരു 15+ റെപ്പ് റേഞ്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അത്ലറ്റ്സ് ആണ്. ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ടെന്നീസ് പ്ലെയേഴ്സ്, അത്ലറ്റ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് 15+ റെപ്പ് റേഞ്ച് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെപ്പ് റേഞ്ചസിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള റെപ്പ് റേഞ്ച് ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. എന്നിട്ട് ആ ഒരു റെപ്പ് റേഞ്ച് ഫോളോ ചെയ്താണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെറ്റ്സ് ആണ്. നമ്മൾ എത്ര സെറ്റ് ഒരു മസിൽ ഗ്രൂപ്പിന് വർക്കൗട്ട് ചെയ്യണം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, ഒരു ന്യൂബി ആണെങ്കിൽ ഒരു മസിൽ ഗ്രൂപ്പിന് വീക്ക്ലി 10 സെറ്റ് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്ത ഒരാളോ അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടൊരു 3 to 4 മാസം അല്ലെങ്കിൽ 4 to 5 മാസമൊക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു മസിൽ ഗ്രൂപ്പിന് ഒരു 10 സെറ്റ് വർക്കൗട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അതേസമയം നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവലാണെങ്കിൽ 16 to 25 സെറ്റ്സ് ഒരു മസിൽ ഗ്രൂപ്പിന് ഒരാഴ്ചയിൽ ചെയ്യണം. ഇത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. അതായത് ന്യൂബിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെസ്റ്റിൻ്റെ കാര്യം മൺഡേ വെനസ്ഡേ പറഞ്ഞല്ലോ. അപ്പം ഒരു ന്യൂബി 10 സെറ്റ് ഒരു മസിൽ ഗ്രൂപ്പിന് ചെയ്യണമെന്ന് പറയുമ്പോൾ ചെസ്റ്റിന് 10 സെറ്റ് ചെയ്യണം. അത് ഒരു ദിവസം ചെയ്യണമെന്നില്ല. നിങ്ങൾ മൺഡേ ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഒരു 6 സെറ്റ് ചെയ്യാം. 6 സെറ്റ് വർക്കൗട്ട് മൺഡേ നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ട്യൂസ്ഡേ നിങ്ങളൊരു ആ മസിൽ ഗ്രൂപ്പിന് റെസ്റ്റ് കൊടുത്തിട്ട് അത് റിക്കവർ ആകാനുള്ള ടൈം കൊടുത്തിട്ട് വെനസ്ഡേ ഒരു 6 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 10 to 12 സെറ്റ്സ് മാക്സിമം ഒരു ബിഗിനർ ചെയ്താൽ മതിയാവും. അതേസമയം ഒരു ഇൻ്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവലാണെങ്കിൽ 16 to 20 സെറ്റ്സ് ചെയ്യാം. മൺഡേ ഒരു 10 സെറ്റ്, വെനസ്ഡേ ഒരു 10 സെറ്റ്. അങ്ങനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഡയറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഹൈപ്പോട്രോഫിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പ്രോഗ്രസീവ് ഓവർലോഡിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ലോഡ് ഗ്രാജുവലി കൂട്ടിക്കൊണ്ട് വരുന്നതിനാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മസിൽ ബിൽഡിംഗ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു 10 kg ഡംബൽ കൊണ്ട് ഒരു 3 ആഴ്ച ബൈസെപ്സിന് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ 4ാമത്തെ ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ ആ 10 കിലോയുടെ വെയിറ്റ് നിങ്ങൾക്ക് കുറച്ചൊരു ഈസിയാവും. അങ്ങനെ ഈസി ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ 10 കിലോ എന്നുള്ള ഡംബൽ ഒരു 15 കിലോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം, പ്രോഗ്രസ് ചെയ്യണം നിങ്ങൾ എടുക്കുന്ന വെയിറ്റ്. അങ്ങനെ പ്രോഗ്രസീവായിട്ട് ആഡ് ചെയ്ത് വെയിറ്റ് ആഡ് ചെയ്ത് മസിൽ മെച്യൂരിറ്റിയും മസിലിൻ്റെ ടഫ്നെസ്സും അങ്ങനെ ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരുന്നതിനാണ് പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ മസിലിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ജിമ്മിൽ നല്ലൊരു ഡയറ്റ് പ്ലാനൊക്കെ ഫോളോ ചെയ്ത് ജിമ്മിൽ പോയി എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ബോഡി ബിൽഡിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ I am Adil Hussain, signing off.